നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വേനൽക്കാലം ആയതോടുകൂടി നമുക്ക് വളരെയധികം സ്കിൻ കംപ്ലയിൻസ് കൂടി കൂടി വരികയാണ്. പ്രത്യേകിച്ച് വിയർപ്പും അതുപോലെ തന്നെ ചൂടുകുരുവും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പേഷ്യൻസ് വരുന്ന ഒരു കാര്യമാണ് മുഖത്തെയും ദേഹത്തെയും തരിതരി പോലെയുള്ള കുരുക്കൾ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മുഖത്തിന്റെ കാര്യം പറയുമ്പോൾ മൂക്കിലും അതുപോലെ തന്നെ നെറ്റിയിലുമുള്ള തരിതരി പോലെയുള്ള കുരുകൾ എന്ന് വെച്ചാൽ അതൊരു കുരു ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ആണി പോലെ ചിലർ പറയും അത് കുരു പോലെ നിൽക്കും, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് ഹെഡ് പോലെ എന്തോ ഒരു സംഭവം വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊമിഡോൺസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അതായത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ ബോഡിയിൽ എസ്പെഷ്യലി ഫേസിൽ നാച്ചുറൽ ആയിട്ട് സിബം സെക്രീഷൻ ഉണ്ട്. അപ്പൊ ആ ഓയിൽ ഗ്ലാൻസ് സ്റ്റിമുലേറ്റഡ് ആയിട്ട്, പ്രത്യേകിച്ച് സമ്മർ ഒക്കെ ആകുമ്പോൾ കുറച്ചധികം സിബം സെക്രീഷൻ കൂടും. അതിനകത്ത് ചിലപ്പോൾ ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടാവാം. അതല്ലെങ്കിൽ ആ ഓയിലിന്റെ പോറ് ക്ലോഗ് ചെയ്യാം, എന്ന് വെച്ചാൽ അത് അടഞ്ഞു പോകാം, സുഷിരം അടഞ്ഞു പോകാം. അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൾ ഇരുന്നിട്ട് അതിനെ ഇറിറ്റേറ്റ് ചെയ്യാം. ഇങ്ങനെ പല പല, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും വിയർപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്തൊരു ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് നയിക്കാറുണ്ട്. ഇപ്പൊ ചിലരിലൊക്കെ ചില തരം ആഹാരം കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള റാഷസ് കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഏത് സീസണിലും കാണാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് മൂക്കിന്റെ ഭാഗത്ത്, അതുപോലെ ഈ താടിയുടെ ഭാഗത്ത്, ഈ നെറ്റിയിൽ, ഇങ്ങനെ മൂന്ന് ഭാഗത്താണ് കൂടുതലായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ടീനേജേഴ്സിനാണ്, അല്ലാത്ത പ്രായക്കാർക്കും വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫുഡാണ് നമ്മളിപ്പം സാധാരണഗതിയിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മുടെ അവരുടെ ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് പാറ്റേൺ എങ്ങനെയാണ്, അവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നതോ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇത്തരത്തിൽ വരുന്നത് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓയിലി ഫുഡ് കഴിക്കുന്നവർക്ക് മിക്കവാറും ഇത് കാണാറുണ്ട്. പ്രത്യേകിച്ച് റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങൾ, മട്ടനും ബീഫും ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് കപ്പലണ്ടി പോലെയുള്ള നട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും, കാഷ്യൂനട്ട് പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ടൈനി ബംസ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റു ചിലരെ വിയർക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് കാണാറുണ്ട്. കാരണം ഇത് പലപ്പോഴും ഫംഗൽ ആക്നെ ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൊമിഡോൺസ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ഇത് ഇത് ഇത്തരത്തിൽ ഈ കപ്പലണ്ടി കഴിക്കുന്ന അല്ലെങ്കിൽ നട്ട്സ് കഴിക്കുന്ന ചില ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, ഇപ്പം ചീസ്, മിൽക്ക്, ഡയറി പ്രോഡക്ട്സ്, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് ഉള്ളവർക്കാണ്. അതായത് തലയിൽ എണ്ണ തേക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ തലയിൽ നിരന്തരം ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ഈ ഫോർഹെഡിൽ കൂടുതലായിട്ട് വരാറുണ്ട്. അതുപോലെ നെഞ്ചിലും പുറത്തും വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് ഇതൊരു പാടായി മാറാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പരിഹാരമാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറ്റിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായി കുടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുഡിൽ ഈ പറഞ്ഞതുപോലെ ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ബേക്കറി, അതുപോലെ തന്നെ കുറേ പിന്നെ മധുരമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഫ്രൈഡ് ഐറ്റംസ് മാക്സിമം കട്ട് ചെയ്യുക. അതൊന്ന്. പിന്നെ വിയർക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മൾക്കെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് പോകുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു നനഞ്ഞ ഒരു മസ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു കോട്ടൺ, വളരെ കട്ടി കുറഞ്ഞൊരു കോട്ടൺ ക്ലോത്ത്, പക്ഷേ ഇത് വളരെ വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ നനഞ്ഞ തുണി ഒരുപാട് നേരം കൈവച്ചിരിക്കാനും പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലോത്ത് ടിഷ്യൂ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം അത് ഇൻസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ ഉള്ള സാധ്യത കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഫംഗൽ ഇതൊക്കെ വരാം, നനഞ്ഞ സാധനം നമ്മൾ ഒരുപാട് നേരം വെച്ചാൽ. അത് നനച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒപ്പി ജസ്റ്റ് വൈപ്പ് ചെയ്യല്ല, ജസ്റ്റ് ഒപ്പി എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ക്ലോഗിങ് തടയുന്നത് ഇതൊരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദിവസവും 2 നേരം നിർബന്ധമായിട്ടും, ഓയിലി സ്കിൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിരിക്കണം. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്, നല്ല ആക്നെ പ്രോൺ ആണെങ്കിൽ നമ്മൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. പിന്നെ ചെയ്തു കൂടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്ലൈക്കോളിക് ആസിഡ് പോലത്തുള്ള, ലാക്റ്റിക് ആസിഡ് പോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം, ഈ ഒരു ബംസ് ഉണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള കാര്യം ഉപയോഗിക്കുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻ വരാറുണ്ട്. പിന്നെ ഈ ടൈനി ബംസ് നമ്മൾ കാണുന്നത് ഇപ്പോൾ സ്നെയിൽ മ്യൂസിൻസ് ഭയങ്കരമായിട്ട് ഇപ്പം ഭയങ്കര ബൂമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്, പക്ഷെ മറ്റ് ചിലർക്ക്, വളരെ ക്ലിയർ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് ഇതുപോലത്തുള്ള മ്യൂസൻസും ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ടൈനി ബംസും അല്ലെങ്കിൽ കൊമിഡോൺസും കാണാറുണ്ട്. പിന്നെ കാണുന്നത് ഈ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ്. അതായത് ഹൈഡ്രോക്വിനോൺ കണ്ടന്റ് ഉള്ള വൈറ്റനിങ് ക്രീംസ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സ്കിൻ നന്നായി വെളുക്കും, പക്ഷെ കുരുവും വരും. ഇതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ 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 ബംസ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതും ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ മാറ്റാന്ന് പറഞ്ഞ പോലെ ഫേസ് നന്നായി വാഷ് ചെയ്യുക, നന്നായി വെള്ളം കുടിക്കുക, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇത് മറ്റൊരു കാര്യം.
പിന്നെ നമ്മൾ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഞെക്കി ഞെക്കി എടുക്കാൻ നോക്കും. അപ്പം ഞെക്കി എടുക്കാതിരിക്കുക. എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ പിച്ചി എടുക്കാൻ നോക്കും. അപ്പം ഈ നുള്ളി ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് സെൽ ഡാമേജ് ആവുകയും അതുപോലെ അവിടുത്തെ സ്കിന്നും ഇറിറ്റേറ്റഡ് ആവും. അപ്പം നമ്മളിത് വെറുതെ വന്നങ്ങ് പോകേണ്ട ഒരു സാധനത്തിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിച്ചുന്ന സമയത്ത് അത്രയും ഭാഗവും കറുത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മിക്കവാറും ഈ ടീനേജേഴ്സിൽ കാണുന്നവർ നഖം വെച്ചിട്ട് ഇങ്ങനെ വല്ലാതെ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഈ കൊമിഡോൺ തന്നെ അകത്തേക്ക് വീണ്ടും കുത്തിയിട്ട് അത് ജസ്റ്റ് ഉണങ്ങി നിൽക്കായിരിക്കും. അകത്തേക്ക് കുത്തിയിട്ട് വീണ്ടും ഇത് കുത്തി പഴുപ്പിച്ച് ഇതിനെ വെളിയിൽ കളയാൻ നോക്കും. ഈ ആണി വെളിയിൽ കളയാനാണ് ബോഡി നോക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഒരു വലിയ കുരുവായി മാറി അത് വീണ്ടും ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം, ഇതിപ്പോൾ വൺസ് നമ്മുടെ മുഖത്ത് ഒരിക്കലും ഇത് മുഖത്ത് വന്നെങ്കിൽ അതിനെ നമ്മൾ ഏതെങ്കിലും വിധേന നമ്മൾ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിനിക്കൽ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കലി നമുക്കിതിനെ നമ്മളെ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് പാടൊന്നും വീഴാതെ നമുക്കിത് പുറത്തെടുക്കണം. പ്രത്യേകിച്ച് ടീനേജേഴ്സിനാണ് വരുന്നത്. ഇത് പുറത്തെടുത്തിട്ട് ആ ഓരോ കോഴ്സിലും നമ്മൾ മെഡിസിൻസ് അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം അത് പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മാറ്റി എല്ലാം റെഡിയാക്കി കഴിഞ്ഞാലും അടുത്ത സ്ഥലത്ത് വേണമെങ്കിൽ വീണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് അവിടത്തേക്കും വേണ്ടി നമ്മൾ മെഡിസിൻസ് എടുക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഡിയാക്നെ ഡിപിഗ്മെന്റേഷൻ പ്രൊസീജിയറിന്റെ കൂടെ അല്ലെങ്കിൽ ഹൈഡ്രയുടെ കൂടെ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ 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 ഇതിന് വേണ്ടിയിട്ട് കൊമിഡോൺസിനുള്ള ട്രീറ്റ്മെന്റ്സും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ വരുന്നതിൻ്റെ സീക്വൻസും കുറയും, വന്നതിൻ്റെ പാടുകളൊന്നും ഇല്ലാതെ നമുക്കതിനെ മാറ്റുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം വെയിൽ കൊള്ളുന്നവർക്കും നന്നായി വിയർക്കുന്നവർക്കും ഇത് വരുന്നൊരു സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പിന്നെ എപ്പോഴും ഫേസിൽ ഇങ്ങനെ കൈ വെച്ച് മാന്തുകയും കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഓടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും വരും. പിന്നെ അതുപോലെ നമ്മുടെ മുഖത്ത് തൊടുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ കൈകൾ നന്നായിട്ട് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് വാഷ് കൈ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ തൊടുകയോ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സ്വീറ്റ്സിൻ്റെ ഉപയോഗം, ഈ ചിലർക്ക് വിട്ടുപോയൊരു കാര്യം ചോക്ലേറ്റ്സ് ആണ്. ഈ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക. ചോക്ലേറ്റ് കഴിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെ വരാറുണ്ട്. പിന്നെ ഇങ്ങനെ കൊമിഡോൺസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് സൺസ്ക്രീൻ എന്നുള്ളത് തോന്നിയേക്കാം. അത് നമുക്ക് ഒരു ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നല്ലത്. ആക്നെ പ്രോൺ സ്കിന്നിനുള്ള ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുക്കുക ഒന്ന്. അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ക്രീം ബേസ്ഡ് മാറ്റിയിട്ട് ലോഷൻ ബേസ്ഡ് ഓർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഇതെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ മാക്സിമം മേക്കപ്പ് കുറയ്ക്കുക. അത് വേറൊരു കാര്യം. എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ മെത്തേഡ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലെൻസിങ് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഓയിൽ വെച്ച് ഡോട്ട് ചെയ്യുക, പക്ഷെ ഒരുപാട് ആവാൻ പാടില്ല. ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴുകി കളയാൻ വേണം. പിന്നെ അതുപോലെ ഒരു ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള സ്കിന്നുള്ളവർക്കാണ് നമ്മൾ ടോണർ റെക്കമെൻഡ് ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാർ ചോദിക്കും ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളൊരു ചുമ്മാ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞ് ടോണറൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്കൊരു റോസ് വാട്ടർ ആയിട്ടോ അല്ലെങ്കിൽ എന്തോ കുക്കുംബർ ടോണറോ അങ്ങനത്തെ കാര്യങ്ങളുള്ളത് ഒരു ജസ്റ്റ് ഒരു കോട്ടനകത്ത് മുക്കി നമുക്ക് നന്നായിട്ട് ടോൺ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് വീട്ടിൽ ചികിത്സിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. ഒരു ക്ലിനിക്കൽ ഇതിലേക്ക് നമ്മൾ പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷെ വരാതെ നമുക്ക് നോക്കാനായിട്ടും ഇത് പറ്റും. എല്ലാവരുടെയും കുറേ പേരുടെ ഒരു പ്രശ്നമാണ് മൂക്കിലൊക്കെ ഇരിക്കുന്നതും അതുപോലെ തന്നെ താടിയിലും നെറ്റിയിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.